കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നിവയിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുമായി സമവായത്തിനില്ല എന്നുറപ്പിച്ച സംസ്ഥാന സർക്കാർ ചട്ടവിരുദ്ധമായി ഗവർണർ പെരുമാറിയെന്ന് സുപ്രീം കോടതിയെ അറിയിക്കാനാണ് തീരുമാനം. നിയമനം റദ്ദാക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടും. അതിനിടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ CPI സംഘടന വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തു. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് ശീതസമരത്തിൽ ഉദ്യോഗസ്ഥന്മാർ ബലിയാടാകുന്നു എന്നാണ് ഈ കത്തിൽ പറയുന്നത്. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. മനീഷ്, വിശദാംശങ്ങൾ. ഈ വരുന്ന ഓഗസ്റ്റ് 13-ാം തീയതിയാണ് ഈ സുപ്രീം കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അന്ന് കോടതിയിൽ നിലവിൽ ഈ താൽക്കാലിക VCമാരുടെ സ്ഥിര നിയമനത്തെ സംബന്ധിച്ച് നിലവിൽ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ പുതിയ സ്റ്റാറ്റസിനെ പറ്റിയൊക്കെ തന്നെ സർക്കാരും ഗവർണറും അറിയിക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിലാണ് നിലവിൽ ഗവർണറുമായ ഒരു അനുനയത്തിൽ പോകേണ്ട. കാരണം 6 പേരുടെ ലിസ്റ്റ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയും ബന്ധപ്പെട്ട് നേരത്തെ രാജ്ഭവന് സർക്കാർ കൈമാറിയിരുന്നു. ഈ 6 പേരുകളും പരിഗണിക്കാതെയാണ് 2 പേരെ നിലവിൽ 6 മാസത്തെ കാലാവധിയിൽ താൽക്കാലിക VCമാർ എന്ന നിലയിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VCമാരായിട്ട് സിസ തോമസിനെയും ഒപ്പം തന്നെ മറ്റൊരാളെയും കൂടെ ശിവപ്രസാദിനെ കൂടെ നിയമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമമന്ത്രി P. രാജു ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും നേരത്തെ ഗവർണറുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ സർക്കാരും ഒപ്പം തന്നെ രാജ്ഭവനും ഒരേ വിശദാംശങ്ങൾ നൽകാമെന്നൊരു ധാരണയിൽ നേരത്തെ എത്തിയിരുന്നു. പക്ഷേ നിലവിൽ ഗവർണർ അനുനയ പാതയിലല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ ഇതിനെതിരെ, അതായത് നിലവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമായാണ് ഗവർണറുടെ നടപടികൾ എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. സുപ്രീം കോടതി പറഞ്ഞത്, അതായത് സ്ഥിര VCമാരെ നിയമിക്കാം, പക്ഷേ താൽക്കാലിക VCമാരുടെ നിയമനം 6 മാസ കാലാവധി എന്ന രീതിയിലും നിയമിക്കാം. പക്ഷേ ഈ താൽക്കാലിക VCയെ നിയമിക്കുമ്പോൾ അത് സർക്കാരും ഒപ്പം തന്നെ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണറും ഒരുമിച്ച് ഒരു കൂട്ടായ തീരുമാനം വേണമെന്ന്. പക്ഷേ ഇവിടെ കൂട്ടായ തീരുമാനമല്ലാതെ ഗവർണർ ഏകപക്ഷീയമായി മാത്രം VCമാരെ തിരഞ്ഞെടുക്കുമെന്ന ആക്ഷേപമാണ് സർക്കാരിനുള്ളത്. SK.